ചിക്കാഗോ PCNAC മൂന്നാമത്തെ ദിവസം ശനിയാഴ്ച രാവിലെ ഭക്ഷണശാല ഉണർന്നു കഴിഞ്ഞു. കേരളീയ പ്രഭാത ഭക്ഷണ വിഭവങ്ങളാണ് കൂടുതലും ഇന്ന് ഭക്ഷണശാലയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഇഡലിയും ചമ്മന്തിയും സാമ്പാറും ഒക്കെയായി ഒരു കേരളീയ പ്രഭാത ഭക്ഷണവും ആണ് പ്രധാനമായിട്ടും ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആ കൗണ്ടറുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇഡലിയുണ്ട്, പിന്നെ എന്നൊക്കെയുള്ളത് സാമ്പാർ, ചമ്മന്തി, രണ്ട് തരം ചട്നിയുണ്ട് അല്ലേ? രണ്ട് തരം ചട്നി. അതെ സാമ്പാർ അതെ. അപ്പോൾ സാമ്പാർ, രണ്ട് തരം ചട്നി, പിന്നെ ഇഡലി, പിന്നെ ഇതെന്തുവാ മസാല വട, പിന്നെ ഒരു ചെറിയ കോണ്ടിനെൻ്റൽ ടൈപ്പ് ഭക്ഷണമുണ്ട്. പിന്നെ പഴം, കുക്കി, പിന്നെ സീരിയൽ ആവശ്യമുള്ളവർക്ക് സീരിയൽ അല്ലേ, അങ്ങനെ എന്തോ വേണം അതുണ്ടെന്നുള്ളതാണ് നമുക്ക് കിച്ചണിൽ നിന്ന് കിട്ടുന്ന വിവരം. കേരളീയ ഭക്ഷണ വിഭവങ്ങൾ ജനങ്ങൾ വളരെ ആവേശത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. ഇത് കാപ്പി സെൻ്ററാണ്. ഇതിൻ്റെ അകത്തുനിന്ന് മസാല ടീ ഈ കൺവെൻഷൻ എല്ലാ ദിവസവും ധാരാളമായിട്ട് കൊടുക്കുന്നതാണ്. മസാല ടീ അനേകർ വന്ന് അത് സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോഫി, ചായ വേണ്ടിയവർക്ക് ചായ, ഇഷ്ടംപോലെ വെള്ളം നമ്മുടെ എല്ലാവർക്കും എടുത്തുകൊണ്ട് പോകത്തക്ക രീതിയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ സാറേ എങ്ങനെയുണ്ട് നമ്മുടെ പ്രഭാത ഭക്ഷണത്തെ കുറിച്ച് ഒരു വാക്ക് പറയാം? അല്ല, കുര്യൻ ഫിലിപ്പ് പലരും അപ്പോൾ കൺഗ്രാജുലേഷൻ. ഇതാണ് നമ്മുടെ പുതിയ ഒക്കലോമ PCNAC സെക്രട്ടറിയാണ് ശ്രീ ബിനോയ് ഫിലിപ്പ് കരിമാങ്കൽ. അത് തന്നെ നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അത് തന്നെ ഇത് നമ്മുടെ കൺവീനറിൻ്റെ വൈഫാണ് അല്ലേ? അതെ, നമ്മുടെ പാസ്റ്റർ തേജസിൻ്റെ വൈഫ്. അതുപോലെ സകല നമ്മുടെ മാധ്യമ കുലപതി എന്നൊക്കെ പറയുമ്പോൾ കുലപതിയുടെ മകനെന്ന് പറഞ്ഞെങ്കിൽ തുടങ്ങുന്ന നമുക്കിഷ്ടം. അതെ, നമ്മുടെ വെസ്ലി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അസംബ്ലീസ് ഓഫ് ഗോഡ് കൺവെൻഷൻ്റെ സെക്രട്ടറിയാണ്, അതോ കോർഡിനേറ്ററാണ്. അങ്ങനെ പലര് നമ്മുടെ ഇവിടെ രാവിലത്തെ പ്രഭാത ഭക്ഷണം വളരെ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത്. ചെറിയ പരാതികൾ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഇതാണ് അടുത്ത വർഷത്തെ 41ാമത് PCNAC കോൺഫറൻസ് ഒക്കലോമയിൽ നടക്കുമ്പോൾ അതിൻ്റെ കൺവീനർ പാസ്റ്റർ തേജസിനെ ഞങ്ങളുടെ എല്ലാവിധമായിരിക്കുന്ന ആശംസകൾ ആദ്യം തന്നെ അറിയിക്കുന്നു. ജോൺസൺ നമ്മുടെ ഫുഡ് കമ്മിറ്റി കൺവീനറാണ്, ഇപ്പോഴത്തെ ഫുഡ് കമ്മിറ്റി കൺവീനറാണ്. എന്തെങ്കിലും ഒരു വാക്ക് ചിക്കാഗോ പ്രേക്ഷകരോട്? ചിക്കാഗോയിൽ കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നിങ്ങളുടെ കൂട്ടായ്മയ്ക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ മനോഹരമായ ആഹാരങ്ങൾ ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. ചില അപാകതകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ജോൺസൺ, ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇത്രയും ഇഡലി രാവിലെ തന്നെ ഈ കിച്ചണിൽ എത്തിച്ചേരാനുള്ള കാരണം എന്താണ്? നമുക്ക് നല്ലൊരു വെണ്ടറാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഫുഡും ഒക്കെ ചെയ്യാനായിട്ട് കിട്ടിയത്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഇഡലികളും പിന്നെ ഉപ്പുമാവുകളും ഒക്കെ നമുക്ക് പരുവത്തിലൂടെ കിട്ടാൻ ഇടയായത്. ഈ കേരളീയ വിഭവങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത്. അതെ, കേരളീയ വിഭവങ്ങളും അമേരിക്കൻ വിഭവങ്ങളും ഉണ്ട്. എല്ലാവർക്കും വിഭവസമൃദ്ധമായിട്ടാണ് നമ്മൾ കൊടുക്കാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രഭാത ഭക്ഷണം ഇങ്ങനെയാണെങ്കിൽ ഉച്ചക്കത്തെ ഭക്ഷണം എന്തായിരിക്കും? ഉച്ചക്കത്തെ ഭക്ഷണം കിടിലൻ ഫുഡാണ്. നിങ്ങളെല്ലാവരും വളരെ ആഘോഷത്തോടെ സന്തോഷത്തോടെ കടന്നു വരണം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇന്നത് അവസാനത്തെ ദിവസത്തെ ഉച്ചഭക്ഷണമാണ്. നാളെ ഉച്ചയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ? 2-3 ഭക്ഷണം കൂടിയാണുള്ളത്. എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ദിവസം ഒരു ചെറിയ പരാതി വന്നതല്ലാതെ മറ്റൊരു പരാതി ഭക്ഷണത്തെക്കുറിച്ച് ഉണ്ടായതായിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയില്ല. അല്പം ഫുഡുകളൊക്കെ റണ്ണൗട്ട് ചെയ്യുന്നതിന് റീപ്ലേനിഷ് ചെയ്യാനായിട്ട് ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു. അത് നമുക്ക് വെണ്ടറിനോട് ഞങ്ങൾ പറഞ്ഞ് അതിന് പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്കും ഇന്ന് വൈകിട്ടും നാളെ ബ്രേക്ക്ഫാസ്റ്റും അതിനുശേഷം നാളെ വൈകുന്നേരത്തെ ഉച്ചക്കത്തെ ഫുഡും വളരെ മനോഹരമായിരിക്കും. നാളെ ഉച്ചയ്ക്ക് കേരള മീലാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. കറിയും ബീഫ് തോരന് വേണ്ട ആകപ്പാടെ അടിപൊളിയായിരിക്കും. PCNAC ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കേരളീയ ഫുഡ് അല്ലേ? ഇറച്ചിയും മീനുണ്ടോ? മീനുണ്ട്. ഇറച്ചിയും മീനും പച്ചക്കറിയൊക്കെ ഉൾപ്പെടെയുള്ള ഒരു വിഭവ സമൃദ്ധമായ കേരളീയ സദ്യ നാളെ ഇവിടെ ഉണ്ടാകുക അല്ലേ? 40ാമത്തെ കോൺഫറൻസ് ഒരു വലിയ വിഭവ സമൃദ്ധമായ ആത്മീയ സദ്യയോടുകൂടെ അവിടെ അവസാനിക്കുമ്പോൾ
ഇവിടെ നമ്മുടെ ജോൺസൺ ഉമ്മൻ്റെ നേതൃത്വത്തിൽ വിഭവസമൃദ്ധമായ ഒരു കേരളീയ സദ്യയും കൂടെ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ പി സി നാക്കിൻ്റെ കൊടി ഇറങ്ങുന്നത്. അങ്ങനെ പറയുന്നതിന് വിരോധമുണ്ടോ? ഒരു കുഴപ്പമില്ല. നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നതും നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നതും ദൈവഹിതമായാൽ അങ്ങനെ തന്നെ സംഭവിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് തന്നെ. അപ്പോൾ ചിക്കാഗോ കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പി സി നാക്കിൻ്റെ പ്രവർത്തകരോടുള്ള നന്ദി ഞങ്ങൾ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നതോടൊപ്പം വളരെ സജീവമായിരിക്കുന്ന ഈ അടുക്കള, ഈ ഭക്ഷണശാല അതിനെ സജീവമാക്കി നിർത്തുന്നത് ജോൺസൺ ഉമ്മനാണ്. ജോൺസൺ ഉമ്മൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ്, വളരെ വിപുലമായ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയെ പ്രത്യേകം ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് ലേഡീസ് കൺവീനർ ജീന ബിൽസൺ ചില വാക്കുകൾ നമ്മളോട് ഇപ്പോൾ സംസാരിക്കാൻ പോവുകയാണ്. ജീന ബിൽസൺ, ഇന്നലത്തെ ലേഡീസ് മീറ്റിംഗ് വളരെ അനുഗ്രഹമായിരുന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് കിട്ടുന്നത്. അത് പലരും ഇന്ന് രാവിലെ എനിക്ക് ഒത്തിരി പേര് അതർ സ്റ്റേറ്റിൽ നിന്ന് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ലൈവ് ഉണ്ടോ. ഫോർ സം റീസൺ നമ്മൾ ഇന്നലെ ലൈവ് കൊടുത്തില്ല. ചില പ്രോഗ്രാമുകളുടെ ലൈവുകൾ നമ്മൾ പെട്ടെന്ന് കൊടുക്കാറില്ല, പല കാരണങ്ങളുണ്ട് എൻ്റെ പുറകിൽ. അതുകൊണ്ട് നമ്മൾ ലൈവ് കൊടുത്തു. പക്ഷേ ഒരു വാർത്ത പ്രചരിക്കുകയാണ്, ലേഡീസ് മീറ്റിംഗ് ഭയങ്കര അനുഗ്രഹമായിരുന്നു. ജീന വിൽസനാണ് മീറ്റിംഗ് ലീഡ് കൊടുത്തത് ഇന്നലെ. അതിനെക്കുറിച്ച് ഒരു വാക്കുകൾ പറയാം. ഇന്നലത്തെ ലേഡീസ് മീറ്റിംഗ് പി സി നാക്കിൻ്റെ 40th ലേഡീസ് മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായിട്ട് നടന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു നല്ലൊരു ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു. ലൈവ് ലഭിക്കാത്തതിൽ വളരെ ഖേദിക്കുന്നു. പലരും ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നെല്ലാം വിളിച്ച് ചോദിക്കാനിടയായി. പക്ഷേ സാങ്കേതിക സാഹചര്യത്താൽ അത് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. ഇനി അനുഗ്രഹിക്കപ്പെട്ട ഒരു പി സി നാക്ക് ലേഡീസ് മീറ്റിംഗ് നടക്കാൻ തക്കണം ദൈവം കൃപ ചെയ്തു. അനേകരുടെ പ്രാർത്ഥനയും സഹകരണത്തിനും വളരെ നന്ദിയുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസിമാർ വചനം സംസാരിക്കുകയും അതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ഷൈനി ഡാനിയൽ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളും ദൈവം ഞങ്ങൾക്ക് ധാരാളമായി തന്നു. എല്ലാ ലേഡീസ് മീറ്റിങ്ങിലും സാധാരണ ഓഫീസിൽ 2 മീറ്റിംഗ് സമ്മേളനമുണ്ട്. നമുക്ക് ഈ പ്രാവശ്യം ഒന്നേ കിട്ടിയോ? അതിനെന്തെങ്കിലും റീസൺ ഉണ്ടോ? അറിയത്തില്ല. എക്സിക്യൂട്ടീവ്സ് അവർ ഒന്നേ തന്നുള്ളൂ. അതെ, സാധാരണഗതി 2 ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു അറിവ്. പക്ഷേ ഏതായാലും ഒന്നേ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ഈ പി സി നാക്ക് കോൺഫറൻസിൻ്റെ നല്ലൊരു ക്രീമായിരുന്നു അത് ആ മീറ്റിംഗ്. അതും ജീന വിൽസൺ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ വർഷത്തെ കഴിഞ്ഞ 2 വർഷമായി വുമൻസ് ലേഡീസ് ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ജീന വിൽസൺ ഹൂസ്റ്റൺ ഉള്ള IPC സഭയുടെ പാസ്റ്റർ ഡോക്ടർ വിൽസൺ വർക്കിയുടെ സഹധർമ്മിണിയാണ്. അവർ വളരെ തിരക്കുള്ള ദിവസങ്ങളായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മോഡെ വിവാഹം നടന്നത്, അല്ലേ? കഴിഞ്ഞ ആഴ്ചയിൽ മോഡെ വിവാഹം നടന്നത്. അതിൻ്റെ ഇടയ്ക്കും ഈ കോൺഫറൻസ് ഏറ്റവും നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യുവാൻ തൊക്കെയായി. നമ്മുടെ കോൺഫറൻസിൻ്റെ വലിയൊരു ഹൈലൈറ്റുകൾ ഒന്നാണ് ലേഡീസ് മീറ്റിംഗ് എന്നും കൂടെ ഓർപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇപ്പം നമ്മുടെ പാസ്റ്റർ തോമസ് മുല്ലയ്ക്കൻ നമ്മളോടൊപ്പം ചേരുന്നു. 40ാമത് പി സി നാക്ക് കോൺഫറൻസിൻ്റെ സുവനീറിൻ്റെ ചീഫ് എഡിറ്റർ കൂടിയാണ് അദ്ദേഹം. ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുകയാണ്. പക്ഷേ എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ ഭക്ഷണ ക്രമീകരണങ്ങളെ കുറിച്ചൊന്ന് പറയാം. എല്ലാം വളരെ നന്നായിരിക്കുന്നു. വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ്. പ്രത്യേകിച്ച് കൂടുതലും ഇന്ത്യൻ വിഭവങ്ങളാണ് കൂടുതൽ. പക്ഷേ എന്നാൽ ഇന്നലെ അമേരിക്കൻ വിഭവം ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും വെൽ ബാലൻസ്, നന്നായിരിക്കുന്നു. നല്ല സെർവിങ്, ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാ ക്രമീകരണങ്ങളും. പൊതുവെ മറ്റേ നമ്മുടെ കോൺഫറൻസിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലും കൂടെ പാഷ ഒന്ന് പറഞ്ഞാലോ? കോൺഫറൻസിനെ കുറിച്ച് പറയുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു കോൺഫറൻസാണിത്. ഇത് തുടക്കം തന്നെ ജനറേഷൻ ടു ജനറേഷൻ, ആ തലമുറയിൽ നിന്ന് തലമുറയായിട്ട് ആ കൈമാറുന്ന വിശ്വാസം ബന്ധപ്പെട്ട ബൈബിൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ട് ചെയ്ത ഒരു കാര്യം അത് വളരെ പ്രശംസനീയമാണ്. അതുമാത്രമായിട്ടല്ല, ബന്ധപ്പെട്ട് കിടക്കുന്ന മ്യൂസിക്, അതിൻ്റെ സംഗീതം, ബാക്കിയുള്ള എല്ലാ ശുശ്രൂഷകളും പ്രസംഗകരെ തിരഞ്ഞെടുത്ത് ഉൾപ്പെടെ എല്ലാം ഭംഗിയായിരിക്കും. ഏതെങ്കിലും ഒരു പരാതി പറയാനുണ്ടെങ്കിൽ അതെവിടെയായിരിക്കും? ഒരു പ്രത്യേക ഒരു പരാതിയായിട്ട് നമുക്ക് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. സൗണ്ട് സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും? അതിൻ്റെ ഒരു ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ട്. വീഡിയോയ്ക്കകത്ത് ചിലപ്പോൾ നമുക്ക് ആ ഒരു സൗണ്ട് ആ സ്ക്രീനിലൊക്കെ സിങ്ക് ആകാതെ വരുന്ന ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. മൊത്തത്തിൽ അല്ലെങ്കിൽ പുറത്ത് ലൈവ് സ്ട്രീമിംഗ് വരുന്നതിനകത്ത് ചെറിയ 1-2 കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട്. പക്ഷേ അതെല്ലാം പെട്ടെന്ന് തന്നെ എല്ലാം ഫിക്സ് ചെയ്തതായിട്ടാണ് കാണുന്നത്. ഓക്കെ, താങ്ക് യു പാഷ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ്. ഇപ്പം നമ്മളോട് സൂസൻ സ്റ്റീഫൻസൺ നമ്മളോട് ചേരുകയാണ്. സൂസൻ ചിക്കാഗോയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഇപ്പോൾ ഹൂസ്റ്റണിലോട്ട് താമസം മാറി, അല്ലേ? അതെ, നമ്മുടെ നാഷണൽ കൺവീനറിൻ്റെ മകളാണ് സൂസൻ. സൂസന് ചിക്കാഗോ ആണ് ജനിച്ച് വളർന്ന് ഇവിടുത്തെ ഞങ്ങളുടെ ഒരാളാണ്. എന്നാലിപ്പോൾ ഹൂസ്റ്റണിലേക്ക് മാറി. സൂസൻ, നമ്മുടെ ഈ കോൺഫറൻസിനെ കുറിച്ച് 1-2 വാക്കുകളൊന്ന് പറഞ്ഞു. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് ഒത്തിരി സൂപ്പറായിരുന്നു. എല്ലാം നല്ലതായിരുന്നു. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. വെറൈറ്റി ഉണ്ടായിരുന്നു.
ചെയ്തിട്ടുള്ള എല്ലാവർക്കും തൃപ്തിയായി. Okay. You can speak English too, okay? Yeah. Okay. So, what do you think about the Kerala food, Kerala breakfast? Very unique, very good, very fresh, high quality. And for the first time I've tried in my life the masala dosha. Oh, yeah, masala dosha. Yes, so that's a Chicago Style. trademark. Yes. What about the programs? English session and Malayalam session. What do you think? We appreciate that it's geared to like the youth and people of different generations, and it's very high impact, very good quality. It focuses on missions, marriage, and mental health, the 3 M's, which is very important for our community. Okay. So it's uplifting, and I've been going to the conferences since my childhood, since the beginning. Okay. Pastor Mani Abraham started. Right. We've come a long way. Okay. Thank you so much, Susan. Yes, We thank you. appreciate it. Please. Okay. Thank you Sure. for all you do. നമ്മുടെ കോൺഫറൻസിൻ്റെ ഫുഡ് കമ്മിറ്റിയിലുള്ള 2 പേരുമായിട്ടാണ് നമ്മൾ അടുത്തത്. ഇത് നമ്മുടെ ജോയാണ്, ഇത് നമ്മുടെ തോമസ് അങ്കിളാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഫുഡ് കമ്മിറ്റിയുടെ അടുക്കള വിശേഷത്തെക്കുറിച്ചൊന്ന് പറയാം. അടുക്കള so far good, ഓക്കെ. especially in the Friday morning. Very good breakfast. ടുഡേ സാറ്റർഡേ മോർണിംഗ് Saturday അല്ലേ? morning. ഒത്തിരി ഇഡലിയും ഒക്കെയാണ് കാണുന്നത്. ഇഡലി തീർന്നു പോയിട്ടോ? തീർന്നു പോയി? ഇഡലി തീർന്നോ? ഇല്ലല്ലോ. And American food and Kerala food. ഓക്കെ. ഈ Very good food. ഇഡലി തീരുന്നതനുസരിച്ച് അകത്ത് വീണ്ടും ഉണ്ടാക്കുകയാണോ അതോ തീരുമാങ്ങി തീർക്കുകയാണോ? അവർ ഒരു കമേഴ്ഷ്യൽ കിച്ചണിൽ ഉണ്ടാക്കിക്കൊണ്ട് അവർ വരുന്നുണ്ട്. They're filling with the plate Okay. empty. Continue the good service. Okay. I mean, overall, I talked to a couple of people. Everybody say, it's very, very, very good breakfast. Very good. Yeah. So, Very okay. good, sir. All right. Thank you. അല്ല, ഇപ്പോൾ നമ്മളോട് ചേരാൻ പോകുന്നത് നമ്മുടെ ചിക്കാഗോയിലുള്ള 1-2 കുറേ പാർട്ടിസിപ്പൻസ് ആണ്. അവർ നമ്മളൊരു ജനറൽ പാർട്ടിസിപ്പൻസ് എന്നുള്ള നിലയിലുള്ള അവരുടെ ഒബ്സർവേഷനാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ട് അനിഷ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് തരും, നമ്മുടെ ഫുഡിനെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക്. ഫുഡ് കുഴപ്പമില്ല, നല്ലതാണ്. ആൾക്കാർക്ക് ചെറിയ കംപ്ലൈൻറ്റ് എന്താ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞത്? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. നല്ല ഫുഡാണ്. വെരി ഗുഡ് ഫുഡ്, റൈറ്റ്? ഐ തിങ്ക് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം നമ്മൾ കേരള ഫുഡ് ഒരു പീസിനാക്കിന് കൊടുക്കുന്ന ആദ്യമായിട്ട്. പ്രായമുള്ളവർക്കും യങ്സ്റ്റേഴ്സിനും എല്ലാം ഒരുപോലെ. അതെ. ഇത് നമ്മുടെ കേരള എക്സ്പ്രസ് ചീഫ് എഡിറ്റർ നമ്മുടെ KM ഈപ്പൻ അവരുടെ കുടുംബാംഗങ്ങളാണ് കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എല്ലാ പീസിനാക്കു കോൺഫറൻസിലും ഈ കുടുംബം പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ സമയം പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് മറ്റ് പീസിനാക്കുമായിട്ട് കമ്പയർ ചെയ്ത് തരാൻ ഇവർക്ക് സാധിക്കും. നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യുന്നില്ല, കാര്യം എല്ലാ പീസിനാക്കിനും വളരെ ഹാർഡ് വർക്കാണ് പീസിനാക്ക് എന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ വർഷത്തേത് അല്ലെങ്കിൽ ഈ വർഷത്തേത് അല്ലെങ്കിൽ അടുത്ത വർഷത്തേതെന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യുമ്പോൾ ആ പ്രവർത്തകർക്ക് ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അപ്പം എന്നാൽ ഈ ചിക്കാഗോ കോൺഫറൻസിലെ ഭക്ഷണ ക്രമീകരണങ്ങൾ ഇതൊരു പരീക്ഷണമായിരുന്നു. ഇന്ത്യൻ ഫുഡ് കൊടുത്ത വിജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ രാവിലെ എന്ത് ഇഡലിയാണ് വരുന്നത്, അല്ലേ? ഇഡലി, ഡിഫറെന്റ് ഓപ്ഷൻ, സാമ്പാർ, ചമ്മന്തി. അതെ. Doctor, this is the Dr. Sack. How are you? No. This is Mr. Isaac. Dr. Isaac. Dr. Isaac. Isaac in the last name Isaac, alle? No. That is Zachariah. Jose. Okay. So, what do you think? What is your feedback? It's good. It's good. Compared to other PC snacks, this is better food, for sure. But Are you saying that because you're from Chicago? no. Stephen, what do you have to say? This is Stephen. He is a CEO, right? You are the CEO of something. CEO of Kerala. No, that is not. He is not the CEO of Kerala Express. He is the CEO of something else. That's what I hear. CEO of us. Okay, thank you. Have a nice time. Okay. God bless you.
നമ്മളിപ്പോൾ ഇനി നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത് മറ്റു ചില ചിക്കാഗോ ആൾക്കാരെയാണ്. നമ്മുടെ ഈ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫുഡായിരുന്നു അല്ലേ? നല്ലതായിരുന്നു. എല്ലാ കാര്യങ്ങളും ഇവരും ഐ ആം വെരി ഹാപ്പി. ഞാൻ ഉള്ള കാര്യം പറയും. ഓക്കെ, എല്ലാം നന്നായിട്ട് പോകുന്നു അല്ലേ? അല്ലേ, കോൺഫറൻസും എല്ലാം. അതെ, കോൺഫറൻസും നന്നായിരിക്കുന്നു, ഫുഡ് നന്നായിരിക്കുന്നു, എവരിത്തിങ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അതെ അതെ, ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, പല വെറൈറ്റി ഉള്ള സമ്മന്തിയായിരുന്നു, സാമ്പാർ, ഇഡ്ലി was very tasty. അതെ. Especially Korean Philip made all this food and we're so thankful that you did. അത് കേൾക്കുമ്പോഴേ ഈ ട്രഷർ എപ്പോഴും ഫോണും ബാഗുമായിട്ടാണ് നടക്കുന്നത്. പുള്ളിക്ക് രാത്രിയിൽ കുറേ നാളുകളായിട്ട് ഉറക്കവും ഇല്ല, ഊണും ഇല്ല, ഉറക്കവും ഇല്ലെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജോയ്മാൻ വർഗീസ് സാമുവലാണ് ലോക്കൽ ട്രഷറർ. ജോയ്മാൻ്റെ ഫീഡ്ബാക്ക് എന്ത് പറയുന്നു ഫുഡിനെ കുറിച്ചൊക്കെയുള്ള? ഏറ്റവും മനോഹരമായ രീതിയിലാണ് ഫുഡ് ക്രമീകരിക്കുന്നത്. എല്ലാവർക്കും വളരെ സ്വാദിഷ്ടമായ ഫുഡായിരുന്നു എന്ന് അറിയുവാനിടയായി. എല്ലാവരും എൻജോയ് ചെയ്യും. അതെ, നിങ്ങൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? രാത്രിയും പകലും എല്ലാം കുറേ ആഴ്ചകളായിട്ട് അല്ലെ മാസങ്ങളായിട്ട്. ബേസിക്കലി ഇതിന്റെ കാര്യത്തിന് ഒറ്റ ഒരു അതെ, ഒരു 1200 പേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള ഒരു അമ്മച്ചി എന്നാ പറയുന്നത് നമ്മുടെ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട്? അതെ അതെ, അമ്മച്ചിക്ക് പ്രാർത്ഥനകൾ ഒരു മാസങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളിൽ വേണേൽ പറയാം. അതുപോലെ എല്ലാ ദിവസവും ഒക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പ്രയർ ടീമിൻ്റെ അംഗങ്ങളാണ് ഈ അമ്മച്ചിക്ക്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് വളരെ സംതൃപ്തിയോടെ ഇവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതീതിയാണ്. കാരണം ഇതൊരു മീറ്റിംഗ് വിജയിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെയൊക്കെ സന്തോഷം അത് ഈ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഷൻസി, നമ്മുടെ വുമൻസ് എംപവർ മീറ്റിംഗ് കഴിഞ്ഞു? No, it's happening today at 2:45 to 3:45. Nirvana B, please come and attend and be blessed. ഓക്കെ, സ്ത്രീ ശാക്തീകരണ സമ്മേളനത്തിൻ്റെ മെയിൻ കോർഡിനേറ്റർ ഒരാളാണ് ഷൻസി. ആ മീറ്റിംഗ് ഇന്ന് ഉച്ചകഴിഞ്ഞാണ്. നിങ്ങളെല്ലാവരും ആ മീറ്റിങ്ങിലേക്ക് അവരെ സ്വാഗതം ചെയ്യും. ഇപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ കോൺഫറൻസിൻ്റെ ഒരു ചീഫ് ഗസ്റ്റായിട്ട് കടന്നു വന്നിരിക്കുന്നതിൽ ഒരാളായിരിക്കുന്ന ജോൺസൺ അച്ഛനാണ്. അച്ഛൻ ആദ്യമായിട്ടാണ് ഒരു PC നാക്കിൽ പങ്കെടുക്കുന്നത്? അത് ആദ്യമായിട്ടാണ്. അതെ അതെ, അച്ഛന് ഈ PC നാക്ക് കോൺഫറൻസിൽ ഇതുവരെ പങ്കെടുത്തിട്ട് ഇതുവരെ ഉള്ളതിൻ്റെ ഒരു ഫീഡ്ബാക്ക് തരാമോ? എന്ത് തോന്നുന്നു ഈ മീറ്റിങ്ങിനെ കുറിച്ച്? നല്ലൊരു ആത്മീയ സമ്മേളനമായിരുന്നു. എല്ലാവർക്കും കൂടി നല്ലൊരു കൂട്ടായ്മയും നല്ല വചനങ്ങളൊക്കെ ലഭിക്കാനായിട്ട് സാധിച്ചു. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. അച്ഛൻ്റെ പ്രോഗ്രാം കഴിഞ്ഞു അതോ ഇന്ന് ഉച്ച കഴിഞ്ഞാണോ? എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞു. ആ പ്രോഗ്രാമിൽ നല്ല ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ട് അല്ലേ? ഓക്കെ അച്ഛൻ, പറഞ്ഞൊരു സന്തോഷം ഞങ്ങളുമായിട്ട് പങ്കെടുത്തത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഇത് നമ്മുടെ പ്രകാശാണ്, നമ്മുടെ നാഷണൽ ട്രഷറർ പ്രസാദ് ജോർജിൻ്റെ ജ്യേഷ്ഠനാണ് പ്രകാശ് ജോർജ് അല്ലേ? പ്രകാശ് വർഗീസ്. ഓ, പ്രകാശ് വർഗീസ്. ഞങ്ങൾ രണ്ടുപേരുടെയും ലാസ്റ്റ് നെയിം വ്യത്യാസമാണ്. എൻ്റെ ഫാദറിൻ്റെ പേര് ജോർജ് വർഗീസ് എന്നാണ്. ഓ, അത് ശരി. അപ്പോൾ രണ്ടുപേരും അങ്ങ് വീതിച്ചെടുത്തു. ഞങ്ങൾ രണ്ടും കൂടെ വീതിച്ചെടുത്തു. ഇത് വൈഫാണ് അല്ലേ? അതെ, ഇത് ജോസഫ്, അത് ഞങ്ങളുടെ ഫ്രണ്ട് എലേന. ഓക്കെ, നേരത്തെ ദീർഘകാലം ചിക്കാഗോയിലായിരുന്നു പ്രകാശ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം പിറ്റ്സ്ബർഗിലാണ് താമസിക്കുന്നത്. ഒത്തിരി പീസിന കോൺഫറൻസ് ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ടല്ലേ? അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ മീറ്റിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? വളരെ നല്ല മീറ്റിംഗാണ്. മീറ്റിങ്ങിന് ഏറ്റവും നല്ല മീറ്റിംഗ് ആയിരുന്നു. എസ്പെഷ്യലി സോങ്സ്, നല്ല ഗാനങ്ങളായിരുന്നു. നല്ല ഗാനങ്ങളായിരുന്നു. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശരി. ഈ ഫുഡിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം എന്തോ? ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഇന്നത്തെയാണ് ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റ്. ഇഡലി സാമ്പാറൊക്കെ അതാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫുഡ്. അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ മീറ്റിംഗ് സെഷൻസിൻ്റെ പ്രസംഗങ്ങൾ മറ്റേ മീറ്റിങ്ങുകളെല്ലാം കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആൾക്കാരുടെ ഇച്ചിരി കുറവാണെങ്കിലും പക്ഷേ എല്ലാം നല്ല മീറ്റിംഗ് ആയിരുന്നു. നല്ല അറേഞ്ച്മെന്റ്സ് ആയിരുന്നു. എസ്പെഷ്യലി ദ പ്രോഗ്രാംസ് ആർ ഓൾ ഡിസൈൻഡ്. എല്ലാം ആവശ്യം കറക്റ്റ് ടൈമിൽ ചെയ്തിട്ടുണ്ട്. ഒന്നും ഓവർലാപ്പ് ചെയ്യുകയോ. ഇംഗ്ലീഷ് വർഷിപ്പ് ഈസ് ദ ബെസ്റ്റ്. മലയാളം നമ്മുടെ അതെ ഒത്തിരി അത് പ്രോഗ്രാം ഒത്തിരി നമുക്ക് മലയാളത്തിലുള്ള പ്രശ്നം നമുക്ക് ഒത്തിരി പേരെ അഡ്ജസ്റ്റ് ചെയ്ത് പ്രോഗ്രാമിൽ ആക്കേണ്ടി വരുമ്പോൾ അപ്പോൾ അങ്ങനൊരു പ്രശ്നം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ തന്നെ നമ്മുടെ ആത്മീയ മൂല്യങ്ങളെ നഷ്ടപ്പെടുത്താതെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ഇംഗ്ലീഷ് നമുക്ക് ആ സെഷനിൽ അങ്ങനെ പ്രശ്നമില്ല. അവിടെ ഉദ്ഘാടനമൊന്നോ വോട്ടോ താങ്ക്സ് ഒന്നോ സ്വാഗതമൊന്നും പരിപാടിയൊന്നുമില്ല. പിള്ളേരുടെ പരിപാടിയാണ് പോവാൻ. എന്നാൽ ഇവിടെ നമുക്ക് ഒത്തിരി ദൈവദാസന്മാരൊക്കെ ഉള്ളതുകൊണ്ട് അവരെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നീണ്ടു പോകാറുണ്ട് മീറ്റിങ്ങുകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഏതായാലും ഞങ്ങളോട് പ്രതികരിച്ച നിങ്ങളോട് എല്ലാവരോടും നന്ദി. താങ്ക് യു. ഇപ്പം നമ്മളോട് ചേരുന്നത് സാങ്ച്വറിയാൻ ഒക്കലഹോമയാണ്. നമ്മുടെ അടുത്ത IPCPC കോൺഫറൻസിൻ്റെ നാഷണൽ ട്രഷറാണ്. ഇതിനു മുമ്പ് ഒഹായിൽ വെച്ച് നടന്ന നമ്മുടെ PCNA കോൺഫറൻസിൻ്റെ ട്രഷറായിരുന്നു. ഒത്തിരി PCNA കോൺഫറൻസുകൾ പങ്കെടുത്തിട്ടുള്ള ആളാണ് നമ്മുടെ സാക്ചറിയാൻ. അദ്ദേഹത്തിൻ്റെ വൈഫ് ബിജി. ഇത് മമ്മിയാണ് അല്ലേ? അതെ.
ഇത് സാക്കിൻ്റെ സിസ്റ്ററാണ്. ബിജി അല്ലെങ്കിൽ സാക്കിൻ്റെ വൈഫും സാക്കും ഒക്കെ ചേർന്നാണ് ഒക്കലോമ പ്രയർ ലൈൻ എന്ന് പറഞ്ഞ ഒരു പ്രസിദ്ധമായ ഒരു പ്രയർ ലൈൻ നടത്തുന്നുണ്ട്. 24 hours പാട്ടും പ്രാർത്ഥനയും വചന ധ്യാനങ്ങളും ഒക്കെ ആയിട്ട് അതിലെ അംഗങ്ങളെ സജീവമാക്കി ആത്മീക പ്രബുദ്ധരാക്കി നിർത്തുന്ന ഒരു ഗ്രൂപ്പാണ് ഒക്കലോമ പ്രയർ ഗ്രൂപ്പ്. സാക്ക്, നമ്മുടെ ഈ പീസ് നാക്കിൻ്റെ ഇപ്പോൾ ഇവിടുത്തെ നടന്നുകൊണ്ടിരിക്കുന്ന പീസ് നാക്കിനെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് തരാം. നല്ല അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഓർഗനൈസ് ചെയ്തു എന്നുള്ളത് വളരെ അപ്രീഷിയേറ്റീവാണ്. ഞങ്ങൾ വന്നപ്പോൾ മുതൽ മറ്റ് വിധത്തിലുള്ള